ഉഡുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ മതിലിൽ കാണുന്ന ഒരു ചെറിയ ജനാലയാണ് കനകനകിണ്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കനകദാസൻ എന്ന ഭക്തന് ഉഡുപ്പി കണ്ണൻ ദർശനം നൽകിയത് ഈ ജനാലയിലൂടെയാണ്. താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് ക്ഷേത്രാചാരം അനുസരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനും ദർശനം നടത്തുന്നതിനും അദ്ദേഹത്തിന് വിലക്കുണ്ടായിരുന്നു. ഒരിക്കൽ പോലും ദർശനം കിട്ടിയിട്ടില്ലെങ്കിലും ഭക്തനായ അദ്ദേഹം എന്നും കൃഷ്ണനെ വാഴ്ത്തി പാടുമായിരുന്നു. ഒരു ദിവസം രഹസ്യമായി ക്ഷേത്രത്തിൽ പ്രവേശിച്ച അദ്ദേഹത്തെ ക്ഷേത്രം അധികാരികൾ പിടികൂടി ശിക്ഷിച്ചു. പിൻവശത്തെ മതിലിനു മുന്നിൽ വച്ച് ചാട്ടവാറടി നൽകി ചങ്ങലയ്ക്കിട്ടു. കഠിനമായ വേദനയിലും കനകദാസൻ കീർത്തനം ആലപിക്കുകയാണ് ചെയ്തത്. പാട്ട് അവസാനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ചങ്ങലകൾ പൊട്ടി മതിൽ പൊട്ടിത്തെറിച്ച് വിള്ളലുണ്ടായി. കിഴക്കോട്ട് അഭിമുഖമായിരുന്ന വിഗ്രഹം കനകദാസന്റെ മുഖത്തിനു മുന്നിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു. അതിലൂടെ അദ്ദേഹം ഭഗവാനെ ഭംഗിയായി കണ്ടു. അങ്ങനെ ആ മതിലിന്റെ വിള്ളൽ ജനാലയാക്കി മാറ്റി ഇന്നും കനകദാസന്റെ സ്മരണയ്ക്കായി കനകനകിണ്ടി എന്നാണ് പറയപ്പെടുന്നത്. ഭക്തർ ഇന്നും കിഴക്ക് നിന്ന് പ്രവേശിച്ച് പടിഞ്ഞാറോട്ട് ദർശനമുള്ള വിഗ്രഹം കാണാൻ ചുറ്റി നടക്കുന്നു. കനകദാസന്റെ സംഭവത്തെ തുടർന്ന് ജാതിഭേദമില്ലാതെ എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ട്. അകമഴിഞ്ഞ ഭക്തിക്ക് ഈശ്വരന്റെ ദൃഷ്ടിയിൽ വലിപ്പച്ചെറുപ്പങ്ങളില്ല എന്നതിന് ഉദാഹരണമാണ് കനകദാസന്റെ കഥ. ഓം ഗോവിന്ദായ നമഃ.